പെണ്ണും ചെറുക്കനും മോതിരം മാറ്റിക്കോളൂ. ആദ്യം താമ്പൂലം മാറ്റുന്നതല്ലേ ശരി പൂജാരി? ഇത് വളരെ നല്ലൊരു മുഹൂർത്തമാണ് മാഡം. ഈ സമയത്ത് മോതിരം മാറ്റുകയാണെങ്കിൽ പെണ്ണും ചെറുക്കനും സന്തോഷമായി ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ശരി. അഖിൽ, ശിവാനി, റിങ്സ് മാറ്റിക്കോളൂ. മുത്തശ്ശി മോതിരം കാണുന്നില്ലല്ലോ. എന്താടി ഇല്ലാന്ന് പറയുന്നേ? ഇവിടെയല്ലേ വെച്ചത്? ഇവിടെ ഇല്ല, നോക്കമ്മേ. മോതിരം എവിടെ വെച്ച് ദമയന്തി? ഞാൻ ഇവിടെയാ വെച്ചതമ്മേ. ഇവിടെ വെച്ച എങ്ങനെ കാണാതാവും? ഇവിടെയാണോ മുറിയിലാണോ വെച്ചത്? അമ്മയല്ലേ മോതിരം കൊണ്ട് ഇവിടെ വെക്കാൻ പറഞ്ഞേ? ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. ഇവിടെ വെച്ചല്ലേ എവിടെയാ പോവുക? തേടി നോക്ക്. എടി സത്യം പറ, ഈ വീട്ടിലെ സ്വർണവും വെള്ളിപ്പാത്രമൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റുമല്ലോ. ആക്രാന്തം മൂത്തിട്ട് ഈ മോതിരം നീ അടിച്ചു മാറ്റിയില്ലല്ലോ. എന്റെ മോളുടെ നിശ്ചയത്തിന്റെ മോതിരം ഞാൻ തന്നെ എന്തിനാ മോഷ്ടിക്കുന്നേ? പിന്നെ ആരാ മോഷ്ടിച്ചത്? അതെ, മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുക. എത്രയും വേഗം മോതിരം കണ്ടുപിടിക്കൂ. ഒരു നിമിഷം നിൽക്ക് പൂജാരി. ഇവിടെ വേറെ ഏതെങ്കിലും മോതിരം ഉണ്ടോ? ആരും ഇതുവരെ ഉപയോഗിക്കാത്ത പുതിയ മോതിരമാണെങ്കിൽ നന്നായിരിക്കും. പുതുതായി വാങ്ങിച്ച മോതിര കാണാത്തത്. ഇപ്പൊ പുതിയ മോതിരം വേണമെന്ന് പറഞ്ഞ എവിടുന്ന് കൊണ്ടുവരും? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ അമ്മേ. അല്ല പൂജാരി, മോതിരമില്ലാതെ നിശ്ചയം നടത്താൻ പറ്റില്ലേ? നിങ്ങൾ മുതിർന്നവരല്ലേ, നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ ഇത്? മോതിരം ഇല്ലാതെ എങ്ങനെയാ ഈ ചടങ്ങ് നടത്തുക? റൂമിൽ വെച്ച് നീ മറന്നു കാണും. ചെന്നകത്തെങ്ങാനും പോയി നോക്ക്. ഇനി കാര്യമില്ല, മുഹൂർത്ത നേരം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി നിങ്ങൾ മോതിരം അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ ചടങ്ങ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇനി അടുത്ത നല്ലൊരു മുഹൂർത്തം കണ്ടെത്തി നടത്തുന്നതാ നല്ലത്. താങ്ക് ഗോഡ്, എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇന്നിനി വേറെ മുഹൂർത്തം ഉണ്ടോ പൂജാരി? ഇനി ഒരാഴ്ചത്തേക്ക് നല്ല മുഹൂർത്തം ഇല്ല. മോതിരം ഇല്ലെന്നും പറഞ്ഞ് ആരെങ്കിലും നിശ്ചയം മുടക്കുവോ? ഇതാരോ പ്ലാൻ ചെയ്തതാ. വേറെ ആരാ? ആ നന്ദിനി തന്നെയായിരിക്കും ചെയ്തത്. മോതിരം മോഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നിൽക്കുക. ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുത് ദമയന്തി. നന്ദിനി കുറെ നേരം അവിടെ മിണ്ടാ നിൽക്കുക. ഇങ്ങോട്ട് അവള് വന്നിട്ടേ ഇല്ല. പിന്നെ മോതിരം എവിടെ പോയി? ആരാ അതെടുത്തത്? റിങ്സ് കൊണ്ടുവന്നതേ ദമയന്തിയാ. അപ്പൊ അത് കാണാനില്ലെങ്കിൽ അവളോട് ചോദിക്കണ്ടേ? എന്താ ദമയന്തി, എന്താ നടന്നത്? എനിക്ക് ആ മോതിരം ഇവിടെ കൊണ്ട് വച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്ത് നടന്നെന്ന് അറിയില്ല. ഇപ്പൊ ആ മോതിരം കാണാനില്ലാത്തത് കൊണ്ട് ഈ നിശ്ചയം മുടങ്ങി. അടുത്തൊരാഴ്ചത്തേക്ക് നല്ലൊരു മുഹൂർത്തം ഇല്ലാന്നും പറയുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരാഴ്ചക്ക് ശേഷം നിശ്ചയ ചടങ്ങ് നടത്താം. എന്നാ ഞാൻ ഇറങ്ങുന്നു. ഒരാഴ്ച കഴിഞ്ഞ് എൻഗേജ്മെന്റ് നടക്കുമെന്നാ പറയുന്നേ. നീ എന്തായാലും എണീക്ക്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ? ആരുടെ കണ്ണ് വിട്ടിട്ട് ആ മോതിരം കാണാതായി. നിന്റെ നിശ്ചയം മുടങ്ങിയടി. എഴുന്നേക്ക്. മോതിരം എങ്ങനെ കാണാതെ പോയെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതിന് കാരണക്കാരായിരിക്കുന്ന ആരായാലും വെറുതെ വിടില്ല. തങ്കം പോലത്തെ രണ്ട് മോതിരം എവിടെ പോയെന്ന് അറിയില്ലല്ലോ. എന്താടി സ്വർണം പോലെ എന്നൊക്കെ പറയുന്നത്? അത് സ്വർണം തന്നെയാ. നീ എവിടെ അതുകൊണ്ട് മറന്നു വെച്ചത്? അത് പെട്ടെന്ന് അന്വേഷിക്കേ. അടുത്ത ആഴ്ചയെങ്കിലും അത് ആവശ്യം വരുമല്ലോ. ആ ശരി. മോതിരം ഞാനടുത്തെന്ന് പറഞ്ഞ അമ്മ എന്തു പറയോ എന്തോ.
നശിച്ച മോതിരം മുഹൂർത്ത സമയത്ത് എന്നെ കാണാതെ പോയല്ലോ. അത് നശിച്ച മോതിരമൊന്നല്ല, പവിത്രമായ മോതിരം അത്. ഫ്രസ്ട്രേഷനില് നീ എന്തൊക്കെയോ പറയാ. നീ എന്താടി ശില്പം പോലെ അങ്ങ് നിൽക്കുന്നത്? മുടങ്ങിയത് നിന്റെ നിശ്ചയ. ബഹളം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചപ്പോ ഒരു കൂസലില്ലാതെ അങ്ങ് നിൽക്കുകയാണല്ലോ. എന്താടി? എന്താടി മോതിരം നിന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നേ? അപ്പോ നീയാണോ ഇത് ഒളിച്ചു വെച്ചത്? എടി പറയടി, എന്തിനാ ഒളിച്ചു വെച്ചത്? അത് പിന്നെ അമ്മേ, അത് നിനക്കും നിന്റെ അമ്മയുടെ അതേ ബുദ്ധിയാ. നാണില്ലാതെ സ്വന്തം കല്യാണ മോതിരം തന്നെ അടിച്ചു മാറ്റിയല്ലേടി? നിന്റെ നിശ്ചയത്തെ നീ തന്നെ അങ്ങ് തടയാണോടി? എടി, ഞാനെന്തോ പണത്തിന് ആഗ്രഹിച്ചാ മോഷ്ടിച്ചത്. നീ എന്തിനാ ഇത് മോഷ്ടിച്ചത്? എനിക്കൊന്നും സംഭവിക്കാതിരിക്കാനാ അമ്മേ. ആ ഞാൻ സേഫ് ആയിട്ടിരിക്കാൻ അതെടുത്ത് മാറ്റിയത്. എന്താടി മോളെ നീ പറയുന്നത്? ഈ നശിച്ച മോതിരം കൊണ്ട് നിനക്കൊന്ന് സംഭവിക്കാനാ? ഇത് നശിച്ച മോതിരല്ല, അത് നിശ്ചയ മോതിരാ. അത് നീ അതെന്തിനാ മാറ്റിയത്? അത് ഈ നിശ്ചയം നടക്കുവാണെങ്കിൽ എന്റെ ജീവന് വലിയ ആപത്തുണ്ടത്രേ. അങ്ങനെ ആരാ പറഞ്ഞത്? അഭിയെങ്കിലും വസുവാന്റിയും സംസാരിക്കുന്നത് ഞാൻ ഒളിച്ചിരുന്ന് കേട്ടതാ അമ്മേ. അഖിലേട്ടന്റെ ജാതകത്തില് 3 പെൺകുട്ടികളുണ്ടെന്ന്. 3ാമത്തെ പെണ്ണിന്റെ കൂടെ അഖിലേട്ടന്റെ കല്യാണം നടക്കുള്ളൂന്ന്. അതുകൊണ്ടാ ആദ്യം ഭാര്യയായ കാർത്തിക ഡിവോഴ്സ് വാങ്ങിപ്പോയതെന്ന്. ഞാൻ 2ാമത്തെ പെണ്ണല്ലേ. അഖിലേട്ടനുമായിട്ട് എന്റെ വിവാഹം നടന്ന എനിക്കെന്തോ മാറാരോഗം വരുമെന്ന്. അതിനുശേഷം നന്ദിനി അഖിലേട്ടൻ സന്തോഷമായിട്ട് കല്യാണം കഴിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ റിംഗ് ഒളിച്ചു വെച്ച് എൻഗേജ്മെന്റ് മുടക്കിയത്. ഇടി മരമണ്ടി, അവരുടെ വാക്ക് നീ എന്തിനാ വിശ്വസിച്ചത്? അല്ല, അവര് സംസാരിക്കും നീ എന്തിനാ കേൾക്കാൻ പോയേ? അത് അന്ന് എന്റെ അഖിലേട്ടന്റെ നിശ്ചയം ഏർപ്പാട് ചെയ്തപ്പോ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയില്ലേ. വീണ്ടും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് ഞാൻ ചിലപ്പോ മരിച്ചുപോയാലോ? അത് കാർത്തിക മനഃപൂർവ്വം ചെയ്ത കാര്യ. അതും അഖിലിന്റെ ജാതകവും തമ്മിൽ എന്താ ബന്ധം? അല്ല, അഖിലിന്റെ ജാതകം നിന്നെ മുത്തശ്ശിക്ക് അറിയില്ലേ? ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ രണ്ടാളുടെ നിശ്ചയം നടത്തുന്നു തോന്നുന്നുണ്ടോ? ഞാനാണ് പഠിക്കാത്ത പെണ്ണ്. നീ 4 അക്ഷരം പഠിച്ചവളല്ലേ. നീ എന്തിനാ അഭിയുടെ വസുവിന്റെ വാക്ക് കേൾക്കാൻ പോയേ? നിനക്കൊട്ടും തന്നെ വിവരമില്ല. ഞാൻ അപ്പോഴേ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ, വസു എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ നിശ്ചയം അവൾ ഉറപ്പായിട്ട് മുടക്കുമെന്ന്. അത് നിന്നെ കൊണ്ട് തന്നെ അവൾ ചെയ്യിച്ചു. ഈ കാര്യം മുത്തശ്ശി അറിഞ്ഞ അതോടെ കഴിഞ്ഞു. നിന്റെ ചെകിട്ടത്തിൽ 2 അടി തരും. കഷ്ടപ്പെട്ട് വിവാഹ നിശ്ചയം വരെ കൊണ്ടുവന്നപ്പോ നിന്റെ കൈകൊണ്ട് തന്നെ ഇത് ഇല്ലാതാക്കിയില്ലേ? സോറി അമ്മേ, ഇത് അഭിയങ്ങളിന്റെയും വസുവാന്റിയുടെയും പ്ലാനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ കേൾക്കാനായിട്ട് തന്നെ അവര് സംസാരിക്കുമ്പോ അത് അവരുടെ പ്ലാൻ ആയിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടായിരുന്നോ? നിന്റെ നിശ്ചയം മുടക്കാനായിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്തത്. ഈ കാര്യം നിനക്ക് എന്നോട് മുമ്പേ പറയാമായിരുന്നില്ലേ? പറയാൻ ഞാൻ ശ്രമിച്ചതാ അമ്മേ. പക്ഷേ അമ്മ പറയാൻ സമ്മതിച്ചില്ല. വേഗം റെഡിയായിട്ട് വാന്ന് പറഞ്ഞ് ധൃതി കൂട്ടി. അയ്യോ, നന്നായി. അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. ഓരോ മൊണ്ടത്തരങ്ങള്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് കുഞ്ഞമ്മേ? ഇനി എന്ത് ചെയ്യുന്ന? ഒരാഴ്ച മുഴുവൻ മിണ്ടാതിരിക്കും. നമുക്ക് ഈ കാര്യം അമ്മയോട് പറഞ്ഞു നോക്കിയാലോ? ചെരുപ്പ് കൊണ്ട് നിന്നെ തലക്കടിക്കും. അയ്യോ, നിങ്ങൾ തൽക്കാലം ഒന്നും മിണ്ടണ്ട. ഒരാഴ്ച എന്ന് പറഞ്ഞാ എത്ര ദിവസാ? ദാന്നും പറഞ്ഞങ്ങ് പോകും. ഈ ഒരാഴ്ചയില് അങ്കിളും ആന്റിയും എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ? ഉറപ്പായിട്ട് അവര് ചെയ്യും. അടുത്ത തവണയെങ്കിലും അവരുടെ വലയിൽ വീഴാതെ നോക്കണം. ഈ പ്രാവശ്യം എന്ത് നടന്നാലും ഞാൻ ചുമ്മാതിരിക്കില്ല. വസുവിനും അഭിച്ചേട്ടനും ഞാൻ പണി കൊടുക്കും. വസുന്ധര, എൻഗേജ്മെന്റ് മുടങ്ങി കഴിഞ്ഞില്ലേ? പിന്നെ താൻ എന്തിനെ പറ്റി ആലോചിക്കുന്നേ? ശിവാനിയെ കുറിച്ചാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ
അവൾ ഇത്ര സെൽഫിഷായി പോയല്ലോന്ന് ആലോചിക്കുമായിരുന്നു. എല്ലാം ദമയന്തിയുടെ വളർത്തു ദോഷം. അവള് ശിവാനിയെ ശരിക്കും ഗൈഡ് ചെയ്തിട്ടില്ല. ശിവാനി നമ്മൾ ഇങ്ങനെ വിടുകയാണെങ്കിൽ അവൾ മറ്റൊരു കാർത്തികയായി മാറും. അമ്മയും ശിവാനിയെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. ശിവാനിയുടെ ശരിക്കുള്ള ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അഭിപ്രായം തീർച്ചയായും മാറും. മാറ്റേണ്ടത് അമ്മയുടെ അഭിപ്രായമല്ല ഏട്ടാ, ശിവാനിയാണ് മാറ്റേണ്ടത്. എത്രയൊക്കെ നമ്മളെ വെറുത്താലും ശിവാനി ഈ വീട്ടിലെ പെൺകുട്ടിയാ, മരുമകളാ. നമുക്കങ്ങനെ അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ശിവാനി നമ്മളെയും പ്രണയിച്ചവനെയും പറ്റിച്ചുകൊണ്ടിരിക്കുക ഏട്ടാ. സ്വത്തിനു വേണ്ടിയോ ആഡംബരത്തിന് വേണ്ടിയോ അവൾ തെറ്റായ വഴിയിലൂടെ പോവുക. നമ്മൾ അവളുടെ ക്യാരക്ടർ മാറ്റിയില്ലെങ്കിൽ പിന്നീട് അവൾക്ക് ആപത്തായി മാറും. അങ്ങനെ നടന്ന കാർത്തികയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഏട്ടാ. ശിവാനി ഒരിക്കലും മറ്റൊരു കാർത്തികയാകരുത്. കാർത്തികയെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ശ്രമിച്ചതാണ്. എത്ര തവണ അവളോട് പറഞ്ഞു നോക്കി, പക്ഷേ അവൾ കേട്ടില്ലല്ലോ. കാർത്തികയെക്കാളും ശിവാനി ചെറിയ കുട്ടിയാണ് ഏട്ടാ. അവള് നമ്മുടെ വീട്ടിലെ കുട്ടിയാ. നമ്മൾ അവളെ നന്നായി ശാസിച്ച് നേർവഴിക്ക് കൊണ്ടുവരണം ഏട്ടാ. ശരിയാണ്, ശിവാനിയോട് നമുക്ക് ഉത്തരവാദിത്വം അധികാരമുണ്ട്. ഇപ്പോഴെങ്കിലും നമ്മൾ ശ്രമിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ശിവാനിയെ തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും. നാളെ മുതല് ആ വഴി നമുക്ക് ചിന്തിക്കാം ഏട്ടാ. എങ്ങനെയെങ്കിലും അഖിലിന്റെയും നന്ദിനിയുടെയും കല്യാണം നടത്തണം. അതുപോലെ ശിവാനിയെ കൈവിടാതെ അവളെയും നന്നായി ശ്രദ്ധിക്കണം. ശിവാനിയുടെ പഠിത്തം കഴിഞ്ഞാൽ അവളെയും കല്യാണം കഴിപ്പിക്കണ്ടേ? എന്തായിട്ടാ ആലോചിക്കുന്നേ? ശിവാനിക്ക് മാറ്റമൊന്നും വരില്ലെന്നാണോ? ഇല്ലടോ, മനുഷ്യരോട് നിനക്കുള്ള സ്നേഹം വളരെ വലുതാണ്. ദമയന്തി തന്നെ എൻ്റെ മുന്നിൽ വെച്ച് എത്രയോ തവണ അപമാനിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ ശിവാനി പോലും തന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ താൻ അതൊന്നും മനസ്സിൽ വയ്ക്കാതെ അവർക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നു. തൻ്റെ മനസ്സ് അവരെന്നെ എപ്പോഴാണോ മനസ്സിലാക്കാൻ പോകുന്നത്? ദമയന്തി എന്റെ നാത്തൂനല്ലേ. ശിവാനി നമുക്ക് മകളെ പോലെയും. എങ്ങനെ അവരെ വെറുതെ വിടും? അവരെ നന്നായി ശ്രദ്ധിച്ച് നമുക്ക് അവരെ നല്ല വഴിക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാ താൻ വസുന്ധരയായത്. താൻ വളരെ ഗ്രേറ്റ് ആണോ? ഏട്ടൻ എന്നെക്കാൾ ഗ്രേറ്റ് ആണ്. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അഭിയേട്ടനും വസുവേട്ടത്തെയും എത്ര നല്ലവരാ. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും അവര് ദൈവതുല്യരാണ്. ഏയ്, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? നിനക്ക് കണ്ണു കാണാൻ പാടില്ലേ? നീയാ എന്നെ വന്നിടിച്ചത്. നീയാ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് എന്നെ വന്നിടിച്ചത്. എന്താടി ഇത്ര അഹങ്കാരത്തിൽ സംസാരിക്കുന്നെ? നീ ഈ വീട്ടിലെ മരുമകളുടെ അനിയത്തി മാത്രമാ, കേട്ടല്ലോ. സത്യാവസ്ഥ പറഞ്ഞോണ്ടല്ലോ, ജസ്റ്റ് ഒരു ഗസ്റ്റ് മാത്ര. ഞാൻ ഗസ്റ്റ് ആണെങ്കിലേ നീ ആരാ? ഈ വീട്ടിലെ ജനിച്ച മകളുടെ മകള്, അത്രേ ഉള്ളൂ. അതിനേക്കാളും വലുതാ. എത്രയും വേഗം തന്നെ ഞാൻ ഈ വീട്ടിലെ മരുമകളാകാൻ പോവാ. അതെയോ? ഇതുവരെ നിശ്ചയം പോലും നടന്നിട്ടില്ല, എന്നിട്ട് കല്യാണം പോലും ആഗ്രഹിക്കുന്നു. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാ മനഃപൂർവ്വം എന്റെ എൻഗേജ്മെന്റ് മുടക്കിയത്. എന്നോട് അന്യായോ കാണിച്ചത്. അഭിയേട്ടനും വസുവേട്ടത്തെയും നിനക്ക് നല്ലത് വരാനോ ആലോചിക്കുന്നേ. നീ അവരെ പറ്റി തെറ്റിദ്ധരിക്കുന്നേ. അവരെന്തിനാ എനിക്ക് നല്ലത് വരാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നത്? അവരെപ്പോഴും നിന്റെ നല്ലതിന് വേണ്ടി ആലോചിക്കുന്നേ. എന്നെ മാറ്റി നിർത്തിയിട്ട് നിന്നെ ഈ വീടിന്റെ മരുമകളാക്കാനാ നോക്കുന്നേ. അതിലെന്താ തെറ്റ്? അഖിലേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ തന്നെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞു. നീ ആവശ്യമില്ലാതെ ഞങ്ങളുടെ ഇടയിൽ വന്നത്. ഒരാവശ്യമില്ലാതെ ഇടയിൽ കയറിയത് ഞാനല്ലടി, നീയാ. നേഴ്സ് എന്നും പറഞ്ഞു വന്ന് എന്റെ അഖിലേട്ടനെ നിന്റെ വശത്താക്കി. പക്ഷേ നിന്റെ കളിയൊന്നും ഇവിടെ നടക്കില്ല. എന്റെ മുത്തശ്ശി എന്റെ കൂടെ നിൽക്കും. പക്ഷേ ഏട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ മനസ്സിൽ നിന്ന് ഉറപ്പായി നിന്നെ ഞാൻ മായ്ച്ചു കളയും.
അത് നിന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യം. അപ്പോ എന്റെ അഖിലേട്ടനെ വിട്ടുകൊടുക്കാൻ നീ തയ്യാറല്ല? നിന്റെ ആഗ്രഹം വിട്ടേക്കാനാ ഞാൻ പറയുന്നത്. ഞാനൊന്ന് വിചാരിച്ചാ ഈ നിമിഷം തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. ഒരു തവണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് നടക്കുന്നു നിനക്ക് തന്നെ മനസ്സിലാവും. എന്താടി പേടിപ്പിക്കുകയാണോ? എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ? നിന്നെ പറ്റി എല്ലാ കാര്യങ്ങളും നന്നായി അറിയാവുന്നത് കൊണ്ടാ നിശ്ചയം പോലും മുടങ്ങിപ്പോയത്. ഹേയ്, എന്തിനാ ശബ്ദം ഉയർത്തുന്നേ? നിന്നെ ആ, ശിവാനി വാ ഇവിടെ. വീടമ്മേ. എന്തിനാ നന്ദിനി ഈ വഴക്ക്? വന്ന് എന്നെ ഇടിച്ചതും പോരാ, എന്നോട് റാഷായി സംസാരിക്കുന്നു ചേച്ചി. നീ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് വഴക്കിന് വരുന്നേ. ഇവളോടൊക്കെ നീ എന്തിനാ വഴക്കുണ്ടാക്കാൻ നടക്കുന്നേ? എനിക്ക് ഇവളോട് മറുപടി പറയണമേ. റോഡിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരോടൊന്നും നമ്മൾ മറുപടി പറയണ്ട. നീ പാടി. ഒന്ന് നിന്നേ. ആരാ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? എന്തിനാ ഇങ്ങനെ ചീപ്പായി സംസാരിക്കുന്നത്? വിട്ടേക്ക് നന്ദിനി, അവൾ അല്ലെങ്കിലും അങ്ങനെയാ. അതിന് നമ്മളെ വഴക്ക് പറയോ? വഴക്ക് പറഞ്ഞ മായല്ലേ വേദനിക്കൂ. നീ ഇങ്ങോട്ട് വന്നേ. നീ വാ. എന്താ അമ്മേ, അവളുടെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റിയേനെ. ഇങ്ങോട്ട് തന്നെ വിളിച്ചേ. അവളോട് വഴക്കുണ്ടാക്കിയാലേ മുത്തച്ഛന്റെ മുന്നിൽ നമ്മുടെ മാനമാ പോകുന്നത്. അവൾ എന്റെ എൻഗേജ്മെന്റ് മുടങ്ങി എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എല്ലാം നീ കാരണമാ. നിന്റെ കൈകൊണ്ടാ എല്ലാം നശിപ്പിച്ചത്. അഭിച്ചേട്ടന്റെയും വസിച്ചേച്ചിയുടെ വാക്ക് കേട്ട് നീ തന്നെയാ നിശ്ചയം നിർത്തിയത്. ആ നന്ദിനിയുടെ മുന്നിൽ നാണം കെട്ടത്. ഒരാഴ്ച കഴിയുമ്പോ എന്റെ എൻഗേജ്മെന്റ് എന്തായാലും നടക്കാൻ തന്നെയല്ലേ പോകുന്നേ. അതിനുശേഷം അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അതാണടി ഞാനും പറയുന്നേ. അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കാൻ നോക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ആ നന്ദിനിയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. അതിനുശേഷം നമ്മൾ പറയുന്നതായിരിക്കും അവസാന വാക്ക്. വാ. കൈവിട് ചേച്ചി. റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നവർക്ക് മറുപടി കൊടുക്കാതെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇപ്പൊ വഴക്കൊന്നും വേണ്ട നന്ദിനി. അഖില നീയുമായുള്ള കല്യാണം നടക്കുന്നതുവരെ നീ ഒന്ന് സമാധാനിക്ക്. അമ്മയും മകളും ചേർന്ന് ഇങ്ങനെ വൃത്തിയായിട്ട് സംസാരിക്കുമ്പോ എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? അതിനുവേണ്ടി നീ അവളോട് പോയി വഴക്കിട്ട അമ്മയുടെ കണ്ണില് നീ ഒരു മോശക്കാരി ആകെയുള്ളൂ. ഭാവനെ, ഭാവനെ, നിന്റെ ചേട്ടൻ വരുന്നു, ഒന്ന് മിണ്ടാതിരിക്കും. ചേച്ചി അനീതി തമ്മിൽ എന്താ വലിയ രഹസ്യം പറയുന്ന പോലെ? ഏട്ടനെ പറ്റി ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ. ഏട്ടൻ എത്ര നല്ല ആളാണെന്ന് ഞാൻ നന്ദിനിയോട് പറയുമായിരുന്നു. നിന്റെ ചേച്ചി പറയുന്നതൊന്നും വിശ്വസിക്കരുത് കേട്ടോ നന്ദിനി. അവൾ എന്തോ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നേ. എന്റെ ചേച്ചി അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. ചേച്ചി അനീതി ഭയങ്കര സിംഗിളാണല്ലോ. എന്താ ഏതോ ഒരു ഊർമിള വിളിക്കുന്നു. ഓൾറെഡി 2 മിസ് കോൾ ഉണ്ടായിരുന്നു. ഊർമിളയാണോ വിളിച്ചത്? ഫോണിൽ തന്നെ. ഹലോ, ഊർമിളയാണോ? സോറി കേട്ടോ, അപ്പൊ ഞാൻ കിച്ചണിലായിരുന്നു, ഫോൺ വന്നത് ശ്രദ്ധിച്ചില്ല. ആ പറഞ്ഞോളൂ. ആ ചിട്ടി പൈസയാണോ? 7 പേര് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളും കൂടെ ചേർത്ത് 3 പേര് തരണം. അറിയാം, ഈ മാസത്തെ ചിട്ടി നിങ്ങൾക്ക് വേണം. അത് നേരത്തെ പറഞ്ഞല്ലോ. ഏജന്റിനോട് ഞാൻ നിങ്ങൾക്ക് തന്നെ തരാൻ പറയാം. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല, വെക്കട്ടെ. നാളെ അബിയുടെയും വസുവിന്റെ വെഡിങ് ആനിവേഴ്സറി ഭാവനെ.